നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിക്ക് ചരിത്ര വിജയം. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വെള്ളിയാഴ്ച കൊടിയുയരും. പതാക കൊടിമര ജാഥകൾ എത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൊടുപുഴ വേദിയാകും. നവംബറിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ കലാമാമാകം. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ മുതലക്കോണം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷഹന ജാഫറിന് ചരിത്ര വിജയം. 501 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷഹന ജാഫർ LDFിലെ ഖദീജ അസീസിനെ പരാജയപ്പെടുത്തിയത്. ആകെ പോൾ ചെയ്ത 955 വോട്ടിൽ 716 വോട്ട് നേടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഷഹനയ്ക്ക് ലഭിച്ചു. 215 വോട്ടാണ് LDF സ്ഥാനാർത്ഥി ഖദീജ അസീസിന് ലഭിച്ചത്. 24 വോട്ടുകൾ അസാധുവായി. മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് താജുമോൾ രാജിവെച്ചതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. UDF നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം 2 വർഷം പിന്നിടുമ്പോൾ ലഭിച്ച ഉജ്ജ്വല വിജയം നൽകിയ ആത്മവിശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് UDF കേന്ദ്രങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ട UDFിന്റെ മുഴുവൻ വോട്ടർമാർക്കും നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് UDFിന്റെ പ്രവർത്തകന്മാരുമായ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ദർശിച്ചിട്ടില്ലാത്തത്ര ഭൂരിപക്ഷത്തോടുകൂടി തൊടുപുഴ മുനിസിപ്പൽ 14-ാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വിജയശ്രീലാളിതയായ കേരള NGO അസോസിയേഷൻ 38-ാം സംസ്ഥാന സമ്മേളനത്തിന് വെള്ളിയാഴ്ച തൊടുപുഴയിൽ കൊടിയുയരും. രാവിലെ 9-ന് സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ പതാക ഉയർത്തും. വൈകിട്ട് 5-ന് മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്യും. പതാക കൊടിമര ജാഥകൾ സമ്മേളന നഗരിയിലെത്തി. സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹൻ ഏറ്റുവാങ്ങി. കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കാഞ്ഞങ്ങാടിൽ നിന്നും ആരംഭിച്ച് വലിയ പതാക ഇതുവഴി മുന്നോട്ട് ചെയ്യുകയാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ മുന്നേറ്റവുമായി അതിവേഗം ബഹുദൂരം കുതിക്കുന്ന കേരള ജനതയുടെ പ്രലോഭനയായ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൽ സമാരാധ്യരായ നേതാക്കൾ അനാടുടെയും നേതൃത്വത്തിൽ ഇതാഴ്ച വഴി കടന്നു പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും കാസർഗോഡ് നിന്നും ആരംഭിച്ച പതാക ജാഥയും കണ്ടുവെച്ച് വിളംബര ജാഥ ഇതാ ഇതുവഴി കടന്നു പോകുന്നു. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ മുന്നേറ്റവുമായി അതിവേഗം കിഡ്നി ആവശ്യപ്പെട്ടിട്ടുള്ള 4000-ഓളം അപേക്ഷകൾ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളതായി ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ. മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ കിഡ്നികൾ ദാനം ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഈ 4000 പേർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുവാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവയവദാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് സംഘടിപ്പിച്ചിരിക്കുന്ന മാനവകാരുണ്യ യാത്രയ്ക്ക് തൊടുപുഴയിൽ ലഭിച്ച സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു അവയവം മരിച്ചു പോകുന്ന ഒരാളുടെ അവയവം കിട്ടിയിരുന്നെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ആളുടെ അല്ല, മരിച്ചു പോകുന്ന ഒരു സ്വാമിയുടെ കാര്യം നമ്മൾ കേട്ടു വാർത്താ മാധ്യമങ്ങളിലൂടെ. ഒരു ഇളയമ്മ കരൾ മുറിച്ചു കൊടുക്കാൻ തയ്യാറായതുകൊണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് ആ കുട്ടി ജീവിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞിട്ട്, ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു കഴിയുമ്പോ നമ്മുടെ ശരീരമയവുണ്ടായി.
ആ അവയവങ്ങൾ കൊണ്ട് ഈ ലോകത്ത് 5-6 പേര് ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരാ അതിന് തടസ്സം നിൽക്കുക? ആ ഒരു സന്ദേശം കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ഇതിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കാരണം കിഡ്നി പ്രവേശനത്തിൽ ഇതൊരു 3 വർഷം കഴിയുമ്പോൾ 4000-ഓളം കിഡ്നി രോഗികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും കിഡ്നി കിട്ടാൻ യാതൊരു മാർഗവുമില്ല. പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2-3 മാസം ഫോൺ വിളിക്കും, ഫാദർ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് 3 മാസമായി, കിഡ്നി കിട്ടിയോ? ഞാൻ പറഞ്ഞു ഞാനിവിടുന്ന് കിഡ്നി തരാം നിങ്ങൾക്ക്. ഇതിന് ഒറ്റ മാർഗമുള്ളൂ. അപകടങ്ങൾ മരണം സംഭവിക്കുമ്പോൾ, ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ കേരളത്തിലുള്ള ജനം മുഴുവൻ അവയവങ്ങൾ അവരവർക്ക് കൊടുക്കാൻ തീരുമാനമെടുത്താൽ സമൃദ്ധിയായിട്ട് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ജീവിതം നീട്ടിക്കിട്ടും ചെയ്യുന്നത്. മാതൃക കാണിക്കുക. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ലയൻസ് തൊടുപുഴ ജേഴ്സീസ് റെസിഡൻസ് അസോസിയേഷൻ തൊടുപുഴ. വനിതാ കമ്മീഷൻ സംസ്ഥാനത്ത് യുവതീ യുവാക്കൾക്കായി വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. സംസ്ഥാനതല കൗൺസിലിംഗ് ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കും. തുടർന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് വ്യാപിപ്പിക്കും. വിവാഹ ബന്ധങ്ങളിലെ തകർച്ച വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്ന് കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി പറഞ്ഞു. തൊടുപുഴയിൽ നടന്ന മെഗാ അദാലത്തിൽ ആകെയുള്ള 60 കേസുകളിൽ 32 കേസുകൾ തീർപ്പായതായും അവർ പറഞ്ഞു. ഇന്നത്തെ അദാലത്തിൽ ധാരാളമായിട്ട് വന്നത് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സമുദായങ്ങളിലെ സ്ത്രീകളാണ്. ഈ സ്ത്രീകൾക്കൊക്കെ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. വൈവാഹിക ജീവിതത്തിൽ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മറ്റു പല ജില്ലകളിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അദാലത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ഏതാണ്ടൊരു പരിഹാരത്തിൻ്റെ വക്കിലെത്താറുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും പരിഹാരത്തിന് പകരം ഞാൻ നിന്നെ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ പോകും, എനിക്ക് എന്തു വന്നാലും ഇയാളെ വേണ്ട എന്ന് പറയുന്ന അത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളിലധികം പേരും സ്ത്രീകളിലധികം പേരും വളരെ വിദ്യാഭ്യാസ യോഗ്യത കുറവുള്ളവരാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത വിദ്യാഭ്യാസപരമായി അങ്ങേയറ്റം സാമൂഹികമായി മാത്രമല്ല വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ് എനിക്ക് ഏറിയ പങ്കും കാണാൻ കഴിഞ്ഞത്. കുടുംബജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പങ്ങളില്ല, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്നുള്ളത് അവർക്ക് അറിയില്ല. എങ്ങനെയൊക്കെയോ അവർ ഈ ബന്ധങ്ങളിൽ എത്തിപ്പെടുകയാണ്. മുമ്പോട്ട് പോകാനും പിമ്പോട്ട് പോകാനും കഴിയാതെ ഒരു എലിപ്പെട്ടിയിൽ കുടുങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും കുടുംബിനികളെയും ഒക്കെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ധാരാളമുണ്ട്. ലൈംഗിക പീഡനം ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഭർത്താവിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ ലൈംഗിക പീഡനം വളരെയേറെയുണ്ട്. ഇനി അയൽക്കാർ തമ്മിലുള്ള വഴക്കിൽ പോലും ലൈംഗികത ഒരു പ്രധാന വിഷയമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതും ഈ ജില്ലയിലെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കോട്ടയം, എൻ്റെ കീഴിലാണ് കോട്ടയം, ആലപ്പുഴ ജില്ലകളുള്ളത്. ആ ജില്ലകളിലൊക്കെ അയൽക്കാർ തമ്മിലുള്ള വഴക്ക് വഴിനടപ്പിനെ സംബന്ധിച്ചോ അതിർത്തി തർക്കമോ മാലിന്യം വലിച്ചെറിയുന്നതിനെ സംബന്ധിച്ചോ ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അത് കാണുന്നത് അയൽവക്കത്തൊരാളെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നോ കുഞ്ഞുങ്ങളോട് മോശമായിട്ട് പെരുമാറിയെന്നോ അസഭ്യം വിളിച്ചു പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ദുർനടപ്പുകാരിയാണെന്ന് അയൽവക്കക്കാർ കൂടി ആക്ഷേപിക്കുന്നതോ തെളിയിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് കാണുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ധാർമ്മികമായ ഒരു വിദ്യാഭ്യാസം ഇടുക്കി ജില്ലയിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് അങ്ങേയറ്റം അത്യാവശ്യമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് കൂടി പരസ്പരം ഇടപെടേണ്ടത് സംസ്കാര സമ്പന്നരായ മനുഷ്യരെന്ന നിലയിലാവണം. ഇവിടെ വന്നിരുന്നിട്ട് കൂടി ഇവർ പരസ്പരം സംസാരിക്കുന്ന വാക്കുകൾ പലപ്പോഴും ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നിരുന്ന ഒരു പയ്യൻ എൻ്റെ മുമ്പിൽ നിന്നത് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ പയ്യൻ കുറച്ച് മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ രീതിയിലാണ് പരസ്പരം സംസാരിക്കുന്നത്. അപ്പോൾ അത്ര ദയനീയമായ ഒരവസ്ഥയുണ്ടെന്നുള്ളത് അങ്ങേയറ്റം വേദനാകരമാണ്.
പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആരെന്നുള്ള ഉത്തരവാദിത്തമില്ല. 2-3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് നിനക്ക് 2 എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് പങ്കുവെക്കുകയും കുഞ്ഞുങ്ങളെ കൂടി വഴക്കിൽ ഭാഗഭാക്കുകളാകുകയും പരസ്പരം അച്ഛനെ പറ്റി ചീത്ത പറയാൻ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു, അമ്മയെ മോശമാക്കാൻ കുഞ്ഞിനെ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളൊരു വല്ലാത്ത സങ്കടകരമായ അവസ്ഥയുണ്ട്. ഒരു എഡ്യൂക്കേഷൻ, ഒരു സ്കൂളിംഗ് പ്രോസസ്സ് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൊടുപുഴ വേദിയാകും. സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നവംബർ 14 മുതൽ 17 വരെ കലോത്സവം നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മോനിപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൌൺസിലർമാർ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ നമ്മുടെ മാലിന്യത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ തൊടുപുഴയാണ്. ഇപ്പൊ നാളെ ഒരു വലിയ സമ്മേളനത്തിന് ആരംഭം കുറിക്കാൻ പോകുന്നു NGO അസോസിയേഷൻ. രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും ഉദ്യോഗസ്ഥരുടെ ആയാലും മറ്റ് സംഘടനകളിലൊക്കെ ആയാലും എല്ലാവരുടെയും സമ്മേളനം നടക്കുന്ന ഒരു പ്രധാന വേദി തൊടുപുഴ ആണ്. കാരണം മറ്റുള്ള സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ ദിവസം ചെല്ലുമ്പോഴും വളർന്നു വരുന്ന തൊടുപുഴ പട്ടണത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഓരോ ദിവസവും ഒരുങ്ങി വരുന്നത് കൊണ്ട് സമ്മേളനങ്ങളും ഒരുങ്ങി തൊടുപുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം തൊടുപുഴയിൽ നടത്തുവാൻ വേണ്ടി നമ്മുടെ ജെയിംസ് സാർ, നമ്മുടെ മാണിക്യ സാർ അത് ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റവന്യൂ കലോത്സവം നടക്കുമ്പോൾ അത് 15, 16, 17, 3 ദിവസം തൊടുപുഴയിലെ ജനങ്ങൾക്ക് ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും 3 ദിവസമായിരിക്കുമെന്ന കാര്യം സംശയമില്ല. വിവിധ സാഹിത്യ കലാപ്രശ്നങ്ങൾ അരങ്ങേറി ആ ഓരോ സബ്ജില്ലയിൽ നിന്നും വിജയശീലാധികാരികൾ വന്നിരിക്കുന്ന കുട്ടികൾ അവരുടെ ഈ ജില്ലയിലേക്കുള്ള മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ സമ്മേളനം ഒക്ടോബർ 13, 14 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. പ്രകടനം, പൊതുസമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം ഒക്ടോബർ 13, 14 തീയതികളിൽ നടത്തപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായി 13-ാം തീയതി ശനിയാഴ്ച മുനിസിപ്പൽ മൈതാനത്ത് രാവിലെ 10 മണിക്ക് ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തും. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് മങ്ങാട്ടുകരയിൽ നിന്നും സംസ്ഥാന ജില്ലാ നേതാക്കൾ നയിക്കുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന കൂറ്റൻ പ്രകടനം മുനിസിപ്പൽ മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ ജില്ലാ പ്രസിഡന്റ് TNC ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK വിജയൻ ആമുഖ പ്രസംഗം നടത്തും. തുടർന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് KN രാജഗോപാലൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് PC തോമസ് MP വിശിഷ്ടാതിഥിയായിരിക്കും. തുടർന്ന് ശ്രീ റോഷി അഗസ്റ്റിൻ MLA ജില്ലയിലെ അംഗങ്ങളുടെ കുട്ടികളിൽ വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണ് സംഘടനയുടെ ആദ്യകാല സംസ്ഥാന ജില്ലാ നേതാക്കളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കും. തുടർന്ന് മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കൾ ആശംസകൾ അർപ്പിക്കും. AABA 27ാം ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം ഒക്ടോബർ 14 നടക്കും. ഗ്രീൻ വാലി വൈസ്മെൻസ് ക്ലബ് മുട്ടവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്ര സ്വീകരണവും ബോധവൽക്കരണ സെമിനാറും നടന്നു. അഡ്വക്കേറ്റ് ജോൺ പിച്ചാട്ട് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KC ചാക്കോ, ജോസ്മി വർഗീസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. അതേപോലെ തന്നെ ചുരുന്നെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ അവിടെ വലിയ ദ്വാരമായിട്ട് ഇരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നേത്രത്തിന്റെ ഒരു തുളസി എന്ന ഒരു കുട്ടിക്ക്
ആന്റി സ്വന്തം കരളിന്റെ പകുതി ഭാഗം ആ കുട്ടിക്ക് നമ്മുടെ അവയവങ്ങളിലൂടെ വേറൊരാൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലേക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഇതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ അവയവം കൊണ്ട് വേറൊരാൾ ജീവിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ അവയവദാന സമ്മതപത്രത്തിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും മുമ്പോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് അടക്കം സംസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ അവയവം ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിക്ക് ചരിത്ര വിജയം. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വെള്ളിയാഴ്ച കൊടിയുയരും. പതാക കൊടിമര ജാഥകൾ എത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൊടുപുഴ വേദിയാകും. നവംബറിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ കലാമാമാകം. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.